ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. വളരെ ധൃതി പിടിച്ചിട്ടുള്ളൊരു ദിവസത്തെയാണ് കേട്ടോ. വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. നമ്മൾ കുറച്ച് യാത്രയിലും വെക്കേഷൻ ട്രിപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഒരു ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ആ കുക്കറിൽ ഇപ്പോൾ വിസിലടിച്ച് നമ്മളെ കേൾപ്പിച്ചത് പരിപ്പാണ് കേട്ടോ. പരിപ്പ് അവിടെ ഒരു 5 വിസിൽ നന്നായിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് 2-3 വിസിൽ മതി. ഞാൻ അപ്പം തന്നെ കവറിൽ നിന്ന് പൊട്ടിച്ച് കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട പരിപ്പാണ്. അപ്പോൾ അത് കുറച്ച് സവാളയും 2 എതൾ വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് വേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. സാധാരണ പരിപ്പ് കറിയാണ്. സാധാരണ പരിപ്പ് താളിച്ച് നമ്മൾ വെക്കില്ല, എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ്. ഇതിന് ഭയങ്കര എളുപ്പത്തിൽ വേഗം ചെയ്യാൻ കേട്ടോ. കാരണം നമുക്കിന്ന് കുറച്ച് തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിള്ളേരായിട്ടൊന്ന് പുറത്തൊക്കെ പോകണം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. ട്രിപ്പല്ല, ഒരു നേർച്ച. നമുക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും ചെയ്യുന്നതാണ്. നമുക്ക് കുഞ്ഞുങ്ങൾ ഒരു ഇത്തിരി ആകുമ്പോഴത്തേനും അവരുടെ തല നമ്മൾ മുണ്ടനം ചെയ്യും, തല മുട്ടയടിക്കും, വേളാങ്കണ്ണി മാതാവിനെ നേർച്ച വയ്ക്കും. നേർച്ചയായിട്ട് നമ്മൾ അങ്ങനെ നടത്തും. അപ്പോൾ ജോക്കൂട്ടൻ ജനിച്ച സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയുടെ പീക്ക് ടൈമിലാണ് ഇവൻ ജനിക്കണേ. 2020 ഇവൻ ജനിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് 6 മാസം ആകുമ്പോൾ പോകാമെന്ന് ഓർത്തു. കൊറോണ മാറിയില്ല. പിന്നെ അങ്ങനെ വന്ന് നമുക്ക് ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. ചിലപ്പോൾ ക്യാഷിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നത് ഈ വെക്കേഷന് നമുക്ക് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ഈ വെക്കേഷന് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ പോയി അവൻ്റെ തലയൊക്കെ മുട്ടയടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിന് മുന്നേ ഉള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിയും പരിപ്പ് കറിയാണ്. വേഗം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ. നമുക്ക് കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കി അവിടെ തന്നെ കുട്ടികളെ വിളിച്ച് ആ സ്ലാബിൻ്റെ മേലെ കയറ്റിയിരുത്തി വേഗം കഴിപ്പിച്ച് നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ചെറിയ പടത്തിന് പോകുന്നുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല എൻ്റർടൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ പടത്തിനും നമ്മൾ പോകാറുണ്ട്. ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്, കാണിക്കാറുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വരാപ്പുഴ തിയേറ്ററൊക്കെ അടുത്താണ്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ നമുക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോയത് വരാപ്പുഴ തിയേറ്ററിലാണ്. വരാപ്പുഴയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. എം സിനിമാസ് എന്നാണെന്ന് തോന്നുന്നു. അതെ, എം സിനിമാസ്, അതെ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. ആവേശമാണ് കാണാൻ പോയത്. ഏട്ടാ മോനെ, അപ്പോൾ കൊള്ളാട്ടോ. അത്യാവശ്യം നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സിനിമയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കടവ് എന്ന പേരുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. അതൊരു കടവ് പോലെ തന്നെയാണ് കേട്ടോ. ഒരു പുഴയുടെ തീരത്തോട് ചേർന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി നമുക്ക് നിന്ന് മീനൊക്കെ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വരും, അതിനെ വരും. അതൊക്കെ കുഞ്ഞതാ, പരലൊക്കെ നേരത്തെ വന്നില്ല, വലുത് അധികം. കൊട്ടുള്ളി മീനൊക്കെ അതുകൊണ്ട് ഉപ്പടിച്ചു പോകുന്നത് കൊറേ മീൻ പോണണ്ട. അപ്പൊ നോക്കട, കൊറേ മീൻ പോണണ്ട.
അപ്പോൾ അവിടെ ഇങ്ങനെ സീ ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ. സീ ഫുഡ് അങ്ങനെ പറയാമോ? നമുക്ക് മീൻ, ഞണ്ട്, കക്കയിറച്ചി, ചെമ്മീൻ അതിനൊക്കെയല്ലേ സീ ഫുഡ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പരല്, ചെറിയ മീൻ, നമ്മുടെ ഈ പള്ളത്തി പോലുള്ള മീനൊക്കെ വറുത്തത്. അപ്പം നാടൻ ഭക്ഷണമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയി. ഇപ്പം നല്ല ഉച്ച സമയമാണ് കേട്ടോ. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1:30 മണിയൊക്കെ ഇട്ടുണ്ട്. നട്ട വെയിലത്താണ് പോയത്. അങ്ങ് കരിവാളിച്ചങ്ങ് വയ്യാണ്ടാണ് പോയത്. പിന്നെ അതിൻ്റെ അകത്ത് AC ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്ത്. അപ്പം നമ്മളിതാ വേളാങ്കണ്ണി പോകുന്നതിന് മുമ്പ് 1-2 ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കുകയാണ്. ഇതെല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ ട്രിപ്പിന് പോകാൻ വേണ്ടി മാത്രം എടുക്കുന്നൊരു ബാഗാണ് കേട്ടോ ഇത്. മൂന്നാർ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മളേതെങ്കിലും കുഞ്ഞുമക്കളെ തല തൊടൂലേ ക്രിസ്ത്യൻസ്, അപ്പോൾ ആ സമയത്ത് സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ 2-3 മക്കളെ തല തൊട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും എടുക്കുന്ന ബാഗാണ്. അത് കഴിഞ്ഞ് ഈ ബാഗ് നേരെ അലമാരിയുടെ മുകളിലേക്ക് കയറ്റി വയ്ക്കും. നേരെ അലമാരിയുടെ മുകളിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ആവശ്യം വരും ഇതുപോലെ പയ്യൊന്ന് നനച്ച് തുടച്ചിട്ട് നല്ല വെയിൽ കാണിക്കുക. ഇത് കഴുകത്തില്ല. ഇത് കഴുകാനൊന്നും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ കഴുകിയെടുക്കാൻ മാത്രം അഴുക്കൊന്നുമില്ല, പൊടിയാണ്. അപ്പോൾ പൊടി നന്നായിട്ടൊന്ന് നമ്മുടെ ഒരു കുറച്ച് പഫി ആയിട്ടുള്ള ചൂലോ ബ്രഷോ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കളയും. അതിനുശേഷം നനച്ച തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് നല്ല അസലായിട്ട് വെയിൽ കൊള്ളിക്കും. ഞാനത് കഴുകാറില്ല കേട്ടോ. കഴുകി എന്തെങ്കിലും ഡാമേജ് വരുമോ എന്ന് ഓർത്തിട്ട്. കാരണം നമ്മൾ ഇത്ര വില കൊടുത്തൊരു സാധനം മേടിച്ചിട്ട് ഞാൻ കഴുകാൻ തുടങ്ങിയ പിന്നെ ഉരച്ചങ്ങോട്ട് തേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകിയില്ല. നമ്മുടെ കയ്യിൽ കിട്ടി എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ച് തുടച്ച് അവിടെ അങ്ങനെ മതിലിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിലത്ത് നിൽക്കണം. ഞാൻ ഓടിച്ചാണ് അവനെ, കാരണം അത്രയും വെയിൽ കൊണ്ടിട്ടാണ് വന്നേക്കണം. പിന്നെ വെയിലത്ത് നിന്ന് കരിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴേക്കും എന്താ ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിതാ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന വഴി തന്നെ മാർക്കറ്റിൽ നിന്ന് ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ ക്ലീനാണ്. ക്ലീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തോലെല്ലാം, അതിൻ്റെ ആ ഷെല്ലെല്ലാം കളഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലൊരു അഴുക്കുണ്ട്. നമുക്കറിയാമല്ലോ, ചെമ്മീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നാര് പോലത്തെ സാധനം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ പൊട്ടാണ്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ചിലതിൻ്റെ അടിയിലും ഉണ്ടാവും. അതായത് ആ ഒരു ഞരമ്പ് പോലത്തെ സാധനം അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ പയ്യെ അങ്ങ് വലിച്ചെടുക്കുക. അത് ഒരു അഴുക്കാന്നാണ് പറയുന്നത്. അത് വയറ്റിൽ ചെന്ന് നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വയറ് നോവും. അതുപോലെ അതിൻ്റെ അടിയിലും ഉണ്ട് നാര്. അതിങ്ങനെ അത് പൊട്ടിച്ച് വരെ ഇച്ചിരി പാടാണ് കേട്ടോ. പയ്യെ ഇങ്ങനെ എടുത്തെടുത്ത് കളയണം. ഇച്ചിരി പണിയുണ്ട്. എത്ര ക്ലീൻ ചെയ്താണ് അവർ തരുന്നതെന്ന് പറഞ്ഞാലും മീനാണെങ്കിലും ചെമ്മീനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പണിയുണ്ടാവും. അപ്പോൾ അതിതാ എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ, നല്ല സായ്പൂട്ടിനെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി മസാല ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ ചെമ്മീനാണ്. കൂടുതൽ മസാല ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. മസാല എന്ന് വെച്ച് കഴിയുമ്പോൾ മഞ്ഞളും മുളകും മാത്രം, ഈ പൊടികൾ മാത്രം ഇടുക. എൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം കുഴച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കുറഞ്ഞത് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമ്മളെപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ, ഇപ്പം മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് മസാല പുരട്ടി അല്ലെങ്കിൽ ഈ പൊടികൾ പുരട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്നത് പിടിക്കാൻ വേണ്ടി വയ്ക്കണം. നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ ആ മസാലയുടെ ഒരു ടേസ്റ്റും ആ മീനിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഇപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ചേനയൊക്കെ വറുത്ത് നമ്മൾ എടുക്കത്തില്ലേ, ചേന വറുക്കുമ്പോഴാണെങ്കിൽ പോലും കുറച്ച് നേരം ഒന്ന് മസാല, ഇപ്പോൾ വഴുതനങ്ങ വറുക്കുമ്പോഴാണെങ്കിലും മസാല ഒന്ന് പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെക്കുക. അപ്പോഴതിന് നന്നായിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കട്ടെ, ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. പക്ഷേ ആ ചൂടത്ത് വെയിലത്തുനിന്ന് വന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങി. ഞാൻ കരുതി എണ്ണീക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. പക്ഷെ എണ്ണീറ്റ് വന്നപ്പോൾ ഒത്തിരി വൈകി. വെയിൽ കൊണ്ടിട്ട് പോയി വന്നിട്ട് കിടന്നതാണ്. നമുക്ക് പിന്നെ റെസ്റ്റ് ഇല്ലല്ലോ. എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഉറക്കമുണ്ടാവില്ല. അതിന് ആദ്യ അവസാനമുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് ഓർത്തെടുത്ത് വെക്കണം. അപ്പം ഞാൻ പഴം അവിടെ മാറ്റി വെച്ചു. സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല വൈകിട്ട്. എണീറ്റൊന്നിപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ തിളപ്പിച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ കഴിയാണ്. അപ്പം നല്ല ചന്ദ്രക്കാരൻ മാങ്ങ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്, തന്നെ ചപ്പി കുടിക്കുന്ന മാങ്ങ എന്ന് പറയും, പിന്നെ ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയും. അപ്പോൾ എനിക്ക് കൊതി വന്നപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഇത് നമ്മൾ അടുത്തെന്നല്ല, കുറച്ച് നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചി തന്നതാണ്. അവരുടെ മുറ്റത്ത് മാവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വീണ് പഴുത്ത് വീടില്ലേ, അപ്പം അങ്ങനെ പെറുക്കിയിട്ട് കൊണ്ടുവന്നത്. അപ്പം നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ആയിട്ട് മാത്രം എപ്പോഴും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഇങ്ങനത്തെ ചപ്പി കുടിക്കുന്ന മാങ്ങ അല്ലെങ്കിൽ ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ സൂപ്പറാണ്. കാരണം ഭയങ്കര മധുരമാണ് ഈ മാങ്ങയ്ക്ക്. ചെറുതാണെങ്കിലും ഭയങ്കര ജ്യൂസിയാണ്. അധികം നല്ല
നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ തോല് മൊത്തം ആ ചൊനയുള്ള വശം അങ്ങോട്ട് മുറിച്ചിട്ട് തൊലി ഇങ്ങനെ ഉലിഞ്ഞ് കളയാം. അതിനുശേഷം നമുക്കിതാ അത് വെക്കണം, ചട്ടിയിലേക്ക് വെക്കാം. ഇത് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്. ഇതിൽ നമ്മൾ വേറെ വലിയ ഗംഭീര ഐറ്റംസ് ഒന്നുമില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. കുറച്ച് പഴമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം നമുക്കതിലേക്ക് പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ മാങ്ങയാകുമ്പോൾ ഓർക്കും അധികം വേവ് ഉണ്ടാവില്ല എന്ന് ഓർക്കും. പക്ഷെ നല്ല വേവുണ്ട്. നന്നായിട്ട് വെന്താൽ മാത്രമേ കറിക്ക് ആ മധുരമൊക്കെ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോഴേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് അവിടെ ഇരുന്നങ്ങ് വേകട്ടെ, തിളക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് അരപ്പിടണ്ട. തിളച്ചൊരു 10 മിനിറ്റ് നല്ല അസലായിട്ടൊന്ന് അവിടെ ഇരുന്ന് വേകട്ടെ. നന്നായിട്ട് വെന്ത് അതിൻ്റെ മധുരം ശരിക്കും ആ ചാറിലേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ പച്ചമാങ്ങയുടെ അല്ല, വെറും പഴമാങ്ങയുടെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. ആ പുളി എരിവൊന്നും അതിലേക്ക് പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് അതവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിൽ വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങ, അരമുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ടുള്ള ഒരു മുറിയില്ലേ, അതാണ് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ചെറിയ ജീരകം, സാധാരണ ജീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഇടില്ല കേട്ടോ. വെളുത്തുള്ളി ഇട്ട് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ട് ടേസ്റ്റേ മാറും. ഞാനൊക്കെ അറിയാണ്ട് നേരത്തേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ച് നമ്മൾ സാധാരണ ചാറുകറി വെക്കുന്ന പോലെ വെക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെളുത്തുള്ളി ഇടണ്ട, വെളുത്തുള്ളി ഇട്ട ടേസ്റ്റേ പോക്കാണ്. അപ്പം നമുക്ക് കുറച്ച് ജീരകവും കുരുമുളകും 2-3 ഇതള് വേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പട്ട് പോലെ അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തത് നമുക്കിതാ നന്നായിട്ട് മാങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് ആ മണം ഫീൽ ചെയ്യും. ആ എരിവിൻ്റെയും ആ മധുരത്തിൻ്റെ ഒരു കുത്തൽ വേണം നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും നമുക്ക് അരപ്പ് അതിലേക്ക് നല്ല തിളച്ച് വരുന്ന ആ ഒരു മാങ്ങ വെന്തതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചത് തിളച്ചാലും വിഷയമില്ല കേട്ടോ, പിരിഞ്ഞൊന്നും പോകത്തില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ അരപ്പ് അരച്ച അതേ സെയിം ജാറിൽ തന്നെ നല്ല പുളിയുള്ള അസല് പുളിയായിരുന്നു. എനിക്ക് കയ്യിലുണ്ടായിരുന്ന തൈര് നല്ല കടും പുളിയായിരുന്നു, മുട്ട പുളിയായിരുന്നു, തൊട്ട പുളിക്കും അങ്ങനത്തെ പുളിയായിരുന്നു. അപ്പോൾ ആ 1 കപ്പ് ഞാൻ തൈരിട്ടിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2 കപ്പെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ജസ്റ്റ് ക്രഷ് ചെയ്യല്ല, ഒന്ന് തിരിച്ചിട്ട് ഒരു ആക്കിയിട്ട് നമുക്കൊന്ന് എടുത്ത ശേഷം നമുക്ക് ആ തൈര് പഠിക്കുമ്പോൾ മോരാവും, ലൂസാവും. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചുറ്റിച്ചൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. പിന്നെ അവസാനത്തെ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് താളിച്ചിടുക എന്നുള്ളത്. അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ താളിച്ചിടുമ്പോൾ എപ്പോഴും ഒരു കളറിന് വേണ്ടി, നിങ്ങൾ എൻ്റെ എല്ലാ വ്ളോഗിലും കാണാറുണ്ട്, ഞാൻ എന്ത് ചാറ് കറി വയ്ക്കുമ്പോഴാണെങ്കിലും മോര് കറി വയ്ക്കുമ്പോഴാണെങ്കിലും കുറച്ച് മുളക് നമ്മളിങ്ങനെ കാശ്മീരി ചില്ലി ഒന്ന് താളിച്ച് ഞാനിടും. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, ചെറിയുള്ളി, വറ്റൽമുളക്, വേപ്പില, കുറച്ച് കാശ്മീരി ചില്ലി. ഞാൻ കായ ഇട്ടില്ല കേട്ടോ, ഇതിൽ കായ ഇടുന്നില്ല. അപ്പോൾ അത്ര ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ മീൻസ് താളിപ്പൊന്ന് എല്ലായിടത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി. ഇതിപ്പോൾ എടുക്കുന്നതിലും ടേസ്റ്റ് പിറ്റേ ദിവസം രാവിലെ നല്ല തണുത്ത ചോറും നല്ല തണുത്ത മാമ്പഴ പുളിശ്ശേരി ഇത്തിരി നെല്ലിക്കച്ചാറും കൂട്ടി കഴിക്കണം. പക്ഷെ എൻ്റെ പൊന്നെ പറയണ്ട, അത് എനിക്ക് വയ്യ പറയാൻ എനിക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്കിനി കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ചെമ്മീൻ, നമുക്കത് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഓർത്തു 2 ചെയ്യാം, കുറച്ചെടുത്ത് വെക്കാമെന്ന് ഓർത്തു. പിന്നെ വറുത്ത് വന്നപ്പോഴത്തേക്കിനും കുറച്ചുള്ളൂ ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തലക്കടിച്ച് വീഴും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചെമ്മീൻ 2 കക്കറിച്ചയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം എടുത്തു. എണ്ണയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടല്ല. പിന്നെ ചെമ്മീൻ ഒത്തിരി നേരം നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ അത് റബ്ബർ പോലെ ആയിപ്പോവും. നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്
ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇച്ചിരി ജ്യൂസി ആയിട്ടിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട്. അതേ സെയിം ആ വറുത്ത അതേ ഓയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ വേറെ ചട്ടി എടുക്കാനും ഓയിൽ എടുക്കാനൊക്കെ മടിയായിട്ടാണ് അതേ സെയിം ഓയിൽ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും സംഗതികൾ ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേറൊന്നും നോക്കണ്ട, നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറയണേ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ഇത്ര എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അടിപൊളിയല്ലേ. ചില കറികളൊക്കെ കുറേ പ്രോസസ്സ് ഉണ്ടാവും, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ ഒന്നിനും കൊള്ളില്ലായിരിക്കും. പക്ഷേ ഇത്ര ടേസ്റ്റ് ഉള്ളൊരു സാധനം ഇത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ചെമ്മീൻ റോസ്റ്റും ഞണ്ട് റോസ്റ്റൊക്കെ ആയിരിക്കും. ഞണ്ടും ഇതുപോലെ തന്നെ വെക്കുന്ന ഒരു ഇതുണ്ട്, കുക്കറിലിട്ട് ഇങ്ങനെ പറ്റിച്ച് അത് ഒരിക്കൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ആ ചെമ്മീൻ നന്നായിട്ടൊന്ന് മസാല ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. അടിപൊളിയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. കുറച്ച് മതി, നമുക്കൊരു 5-6 ചെമ്മീനുണ്ടെങ്കിൽ നല്ല ഒരു പറ ചോറുണ്ണാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അത് അവിടെ പയ്യെ ഞാൻ മുഴുവനായിട്ട് അടച്ചു വയ്ക്കില്ല കേട്ടോ, കുറച്ചിങ്ങനെ തുറന്നു വയ്ക്കും. എല്ലാ കറിയും അങ്ങനെയാണ്. ഒന്ന് അതിൻ്റെ ആ തിളയ്ക്കുന്ന ആവി ഒന്ന് പോയ ശേഷം മാത്രമേ ഞാൻ എടുത്തു വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് രാത്രി പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കാനുള്ള ധൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സകല പണി പടപടാന്ന് പറഞ്ഞ് തീർക്കാണ്. അപ്പോൾ ഞാൻ യാത്രയ്ക്ക്, അതായത് നേർച്ച കഴിക്കാൻ വേണ്ടി പോയ ആ ട്രാവൽ വ്ലോഗ് നമ്മളിതാ ഷോർട്സ് ആയിട്ട് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ യാത്ര പോയതുകൊണ്ടാണ് കേട്ടോ കുറേ ദിവസമൊന്നും വ്ലോഗ് ഇടാണ്ടിരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും മക്കൾക്ക് ആവശ്യതയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ബാക്കി എന്തിനേക്കാളും നമ്മുടെ മക്കളെയൊക്കെ കുറേയൊക്കെ മുന്നോട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടിട്ടാണ്, അവരെ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ചില സമയത്ത് വ്ലോഗുകൾ വൈകുന്നത്. അപ്പോൾ ഒന്നും ഓർക്കരുത്, മാക്സിമം നമുക്ക് വ്ലോഗുകളൊക്കെ ഇടാം. അപ്പോൾ കിച്ചണിലെ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞ് തൂത്ത് തുടച്ച് പാത്രമൊക്കെ കഴുകി ഇനിയിപ്പോൾ എനിക്ക് റെസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കിടന്നപ്പോൾ ഞാൻ 12 മണിയായി. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.